Welcome to Pearly Mani's YouTube channel. Oh God! You again? ഒരു unusual YouTube വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പുതിയ എന്തെങ്കിലും നുണയായിരിക്കും പറയാനുള്ളത്. എന്നെ ഇവിടെ വരെ എത്തിച്ചത് നിങ്ങളാണ്. നിങ്ങളെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെ ആവശ്യമാണ്. നല്ല മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത വ്യാഖ്യാനങ്ങൾ ഈ ഒരു പോസ്റ്റിന്റെ താഴെ കമന്റുകളായിട്ട് വരാൻ തുടങ്ങി. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മൂഡിൽ ഞാൻ എഴുതിയതാ. കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ലല്ലോ, ഇതല്ലല്ലോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗോ ഹോം എന്ന് പറയുമ്പോൾ പോലും അതൊരു സമാധാനത്തിലേക്ക് വായിക്കണമായിരുന്നു. എങ്ങനെ സമാധാനത്തില്? ഞാൻ അത് പറയുന്നത് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കണേ എന്ന് പറയുന്നതിന്റെ കൂടെയാണ് ഞാൻ അത് പറയുന്നത്. അയ്യോ, ആരുടെയും ലൈഫ് നഷ്ടപ്പെടല്ലേ, നിങ്ങളുടെ ലൈഫ് ഡേഞ്ചർ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോകണം. ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആലോചിച്ചത്. നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്ന് പഠിച്ചാ മതി. നീ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? ഇത് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ പോ എന്നല്ല ഞാൻ പറയുന്നത്. അത് പറയാൻ ഞാൻ ആരുമല്ല. എന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. And I also want to say, ഞാൻ ഈ വീഡിയോ ഇടുമ്പം നിങ്ങൾ എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നിർത്തണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അഹിംസ കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ ഒരു പട്ടിക ഞാൻ അങ്ങ് നിരത്തി തരാം. You should criticize me because social media എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. So I understand that now and I will try to be a better human. I hope you will forgive me. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് വായിച്ചിട്ട് ആർക്കെങ്കിലും ഇപ്പോഴും ഹേർട്ട് ഉണ്ടെങ്കിൽ ഐ എം സോറി, ഞാൻ തിരുത്തിക്കോളാം. ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. കൊറേ പൊളിക്കും. നമ്മളത് വായിച്ചതിലെ പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഇന്റൻസിറ്റിയുടെ പ്രശ്നമാണ്. ഞാൻ ഇതിങ്ങനെയല്ല. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാതെ ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ബെറ്റർ. മനുഷ്യനെ വിഷമിപ്പിക്കാതെ ഞാനതെല്ലാം മറന്നു.